ഹായ് ഹലോ നമസ്കാരം. ചോയ്സ് പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് വികാസവാണി എന്ന ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു 4 ബെഡ്റൂം വലിയ വീടിന്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് വികാസവാണി ജംഗ്ഷനിലേക്ക് 1.25 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 5 കിലോമീറ്ററും കാക്കനാട് സിവിൽ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 7 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് വരുന്ന ദൂരം 20 കിലോമീറ്ററുമാണ്. ഈ വീടിന്റെ എല്ലാ വർക്കുകളും മുഴുവനായി തേക്കിൻ തടിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 100% ക്വാളിറ്റിയിൽ തന്നെയാണ് മറ്റു വർക്കുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. വീതിയേറിയ ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്ത് വലിയൊരു ചുറ്റുമതിൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. GI ട്യൂബിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു മെയിൻ ഗേറ്റും നമുക്കിവിടെ കാണാം. മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ നേരെ കടന്നു ചെല്ലുന്നത് ഇവിടുത്തെ വിശാലമായ മുറ്റത്തേക്കാണ്. 4-5 വണ്ടികൾ വരെ ഒരേ സമയം പാർക്ക് ചെയ്യാവുന്നത്ര വളരെ വിശാലമായ ഒരു പാർക്കിംഗ് സ്പേസ് തന്നെ ഈ വീടിന് നൽകിയിട്ടുണ്ട്. കടപ്പ കല്ലുകളും കോബിൾ സ്റ്റോൺസും മിക്സ് ചെയ്താണ് ഈ വീടിന്റെ മുറ്റം മുഴുവനായി വിരിച്ചിരിക്കുന്നത്. കൃത്യമായി വാസ്തുപരമായി തന്നെയാണ് ഈ വീടിന്റെ കിണർ സ്ഥാപിച്ചിരിക്കുന്നത്. കിണറിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും നമുക്കിവിടെ കാണാം. നല്ലൊരു ഗാർഡൻ ഏരിയയും ബിൽഡർ ഇവിടെ നൽകിയിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡിൽ നല്ലൊരു പ്രീമിയം ഗ്രാനൈറ്റ് തന്നെയാണ് സിറ്റൗട്ടിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേസ് കൊടുത്ത് തന്നെയാണ് സിറ്റൗട്ടിൽ നിർമ്മിച്ചിരിക്കുന്നത്. കൂടുതൽ വിശേഷങ്ങൾക്കായി നമുക്കിനി ഈ വീടിന്റെ അകത്തേക്കൊന്ന് കടന്നു ചെല്ലാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഈ വീടിന്റെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ്. 13 അടിയോളം നീളത്തിൽ വരുന്ന വലിയൊരു ലിവിംഗ് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഹൈറ്റഡ് ഏരിയയൊക്കെയാണ് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ മനോഹരമായ ഒരു ഷാൻലിയറും ഈ ഭാഗത്തായി നമുക്ക് കാണാം. ലൂവർ പാനലിൽ വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ടൊരു TV യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്നും അകത്തേക്കുള്ള നല്ല മനോഹരമായ ഒരു പാർട്ടീഷൻ വർക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. നേരെ കടന്നു ചെല്ലുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല വിശാലമായ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ തന്നെ ഇവിടെ നമുക്ക് സുഖമായി ഇടാവുന്നതാണ്. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായി ഒതുങ്ങി മാറി നല്ല ഭംഗിയായി തന്നെ വാഷ് കൗണ്ടറും ഒരുക്കിയിട്ടുണ്ട്. നല്ലൊരു പ്രീമിയം ലുക്കിൽ തന്നെയാണ് വാഷ് കൗണ്ടർ എല്ലാം നൽകിയിരിക്കുന്നത്. അടുത്തതായി നമുക്ക് ഈ വീടിന്റെ കിച്ചണിലേക്കൊന്ന് കടന്നല്ല. ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. നീളമേറിയ വളരെ സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് കിച്ചൺ കബോർഡ് നൽകിയിരിക്കുന്നത്. കസ്റ്റമർക്കായി ഇവിടെ ഒരു ഇൻബിൽഡ് ചിമ്മിണി കൂടി ബിൽഡർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 100% വാസ്തുപരമായി തന്നെയാണ് അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നതും. കിച്ചണിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു സെക്കൻഡ് കിച്ചൺ കൂടി ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും വാഷ് ബേസിനും നിറയെ സ്റ്റോറേജ് സ്പേസ് എല്ലാം നൽകിയിട്ടുണ്ട്. സ്റ്റെയർവേക്ക് താഴെയായി പെബിൾസ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമുക്ക് ഒന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 14 അടിയോളം നീളം വരുന്ന വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എയർ കണ്ടീഷനോട് കൂടി തന്നെയാണ് ബിൽഡർ ഈ റൂം പ്രൊവൈഡ് ചെയ്യുന്നതും. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഈ റൂമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ലുക്കുള്ള ബാത്റൂം തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് രണ്ടാമത്തെ റൂമിലും കൊടുത്തിരിക്കുന്നത്. വളരെ ലൈറ്റായിട്ട് പ്ലെയിൻ സീലിംഗ് വർക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നതും. ഈ റൂമും എയർ കണ്ടീഷനാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ജാഗ്വർ ബ്രാൻഡിന്റെ ഫിറ്റിംഗ്സ് ആണ് ഈ വീട്ടിൽ മുഴുവനായി യൂസ് ചെയ്തിരിക്കുന്നതും. താഴത്തെ നിലയിലെ വിശേഷങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി ഈ വീടിന്റെ ഒന്നാമത്തെ നിലയിലേക്കൊന്ന് പോയി നോക്കാം. ടഫൻ ഗ്ലാസ് ഇട്ട് വുഡൻ ടോപ്പ് കൊടുത്താണ് ഹാൻഡ് റെയിൽ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയർവേയിലായി നല്ല ഭംഗിയുള്ളൊരു ഷാൻലിയറും ബിൽഡർ നൽകിയിട്ടുണ്ട്. വളരെ വിശാലമായൊരു ലിവിംഗ് സ്പേസിലേക്കാണ് ഒന്നാം നിലയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ആദ്യമായി കാണുന്നത്. ഈ വീടിന്റെ എല്ലാ ഭാഗത്തും BLDC ഫാനുകൾ ബിൽഡർ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയുടെ ഒരു ഭാഗത്തായി താഴത്തെ നിലയിലേതുപോലെ തന്നെ നല്ലൊരു TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ചെല്ലുന്നത് ഇവിടിന്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. 16 അടിയോളം നീളം വരുന്ന വലിയൊരു യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലിറ്റി ഏരിയയുടെ ഒരു ഭാഗത്തായി വാഷ് കൗണ്ടറും കൂടാതെ വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായിട്ടുള്ള പോയിന്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം ഒന്ന് കണ്ടു നോക്കാം. താഴത്തെ നിലയിൽ ഇതുപോലെ തന്നെ സ്പേഷ്യസ് ആയൊരു ബെഡ്റൂം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എയർ കണ്ടീഷനാക്കി തന്നെയാണ് റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പാളികളുള്ള വലിയൊരു വാർഡ്രോബും ഇവിടെ നൽകിയിട്ടുണ്ട്. തീർച്ചയായും അറ്റാച്ച്ഡ് ബാത്റൂമാക്കി തന്നെയാണ് ഈ ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ബെഡ്റൂമിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഇവിടെ ഒരു ബാൽക്കണി കൂടി ബിൽഡർ നൽകിയിട്ടുണ്ട്. ഏകദേശം 14 അടിയോളം നീളത്തിൽ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നേരെ ഈ വീടിന്റെ 4ാമത്തെയും അവസാനത്തെയും ബെഡ്റൂമിലേക്കൊന്ന് കടന്നു ചെല്ലാം.
ഈ വീട്ടിലെ 4 ബെഡ്റൂമുകളും എയർ കണ്ടീഷനോട് കൂടി തന്നെയാണ് ബിൽഡർ നൽകുന്നത്. ഒരേ സൈസിൽ വരുന്ന കബോർഡുകൾ തന്നെയാണ് എല്ലാ റൂമിലും കൊടുത്തിരിക്കുന്നത്. വെറ്റ് ആൻഡ് ഡ്രൈ ആക്കി തിരിച്ചിരിക്കുന്ന ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അവസാനമായി നമുക്കിനി ഈ വീട്ടിലെ ബാൽക്കണിയിലേക്കൊന്ന് കടന്നു ചെല്ലാം. നീളമേറിയ വലിയൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സീലിംഗ് മുഴുവനായി തന്നെ ലൂവർ പാനൽസും LED ലൈറ്റ് എല്ലാം നൽകി മനോഹരമാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ടഫൻ ഗ്ലാസ് ഇട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ടോപ്പ് കൊടുത്ത് ഹാൻഡ് റെയിലുകളും നൽകിയിട്ടുണ്ട്. ഈ വീടുമായി ബന്ധപ്പെട്ട എല്ലാവിധ വിശേഷങ്ങളും നമ്മൾ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞു. നമുക്കിനി അറിയേണ്ടത് ഈ വീടിന്റെ വിലയെ പറ്റിയാണ്. 7 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2900 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റി ആയിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ബിൽഡർ ചോദിക്കുന്ന വില 1,85,00,000 രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. കൂടാതെ ലോണും അവൈലബിൾ ആണ്. ഈ വീട് നേരിൽ കാണാനായോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായോ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടേണ്ടതാണ്.